another video of Smiley Pixie. Okay, മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ക്ലാസ് 2 മൃദാങ് ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ 2ൻ്റെ എക്സസൈസസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ NCERT വെബ്സൈറ്റിൽ കിട്ടും, അത് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്റേഴ്സിൻ്റെ സൊല്യൂഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ സ്റ്റോറി വായിച്ചിട്ട് നമുക്ക് ഇത്തിരി ഫില്ലപ്പ് ചെയ്യാനുണ്ട്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രോം ദി ബോക്സസ് ഗിവൺ ബിലോ. ബോക്സസിലുള്ള വേർഡ്സ് ആണ് ഗെയിം, മിൽക്ക്, ക്വയറ്റ്, ബിസ്ക്കറ്റ്സ്, ഓറഞ്ച്, ബോയ്. അപ്പോൾ നമുക്ക് ഇത്തിരി ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓൺ ശംഗ്ല വാസ് വെരി ഡാഷ് വൺ ഡേ. ആൻസർ എന്താണ്? ആൻസർ ക്വയറ്റ് അല്ലേ? ക്വയറ്റാണ് ആൻസർ. ക്വയറ്റ് വൺ ഡേ, ക്വയറ്റാണ് ആൻസർ. ക്വയറ്റാണ് ആൻസർ. എ ന്യൂ ഡാഷ് കെയിം ടു ഒഷാങ്ലാസ് സ്കൂൾ. എ ന്യൂ boy came to Oshangla's school. Eva placed dash and dash on the table. Milk and biscuits. Biscuits. Milk and biscuits on the table. Eva played a new game. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് വായിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അതിനൊരു സെൻസ് വരുത്തുന്ന രീതിയിലുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് അല്ലേ. ഓൺ ശംഗ്ല ക്രൈഡ്. ഈ ക്വസ്റ്റ്യൻ ഓൺ ശംഗ്ല ക്രൈഡ്, ഓ ഇറ്റ് ഈസ് നോട്ട് വാട്ടർ, ഇറ്റ് ഈസ് ഡാഷ് ജ്യൂസ്. ഇറ്റ് ഈസ് ഓറഞ്ച് ജ്യൂസ്. ഇറ്റ് ഈസ് ഓറഞ്ച് ജ്യൂസ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് ചെയ്യുന്ന ഒത്തിരി ആക്ടിവിറ്റീസാണ്. നമുക്ക് എന്തെഴുതാം? ഐ ലൈക്ക് ടു ടോക്ക് വിത്ത് മൈ മദർ എന്നെഴുതാം. ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ സിസ്റ്റർ എന്നെഴുതാം. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് എന്താണ് ചെയ്യുന്നത് അത് തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. ടോക്ക് പ്ലേ അല്ല, ഇഷ്ടമുള്ളത് എന്താണോ ആ വേർബ് ഫസ്റ്റ് എഴുതുക. പിന്നെ ആരായിട്ടാണ് അത് ചെയ്യുന്നത്? മൈ മദർ, സിസ്റ്റർ, ബ്രദർ, ഫാദർ, ആരാന്ന് വെച്ചാൽ ചെയ്യാം. ഇനി നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് റൈറ്റ് 5 തിങ്സ് യു ക്യാൻ ഡു ബൈ യുവർ സെൽഫ്. അപ്പം നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഐ ക്യാൻ സ്റ്റഡി ബൈ മൈസെൽഫ് അല്ലേ? അങ്ങനെ എഴുതാം നമുക്ക്. ഐ ക്യാൻ സ്റ്റഡി ബൈ മൈസെൽഫ്. ഐ ക്യാൻ റീഡ് ബൈ മൈസെൽഫ്. ഐ ക്യാൻ റീഡ് ബൈ മൈസെൽഫ്. ഐ ക്യാൻ ഫോൾഡ് ക്ലോത്ത്സ് മൈസെൽഫ്. നമ്മൾ എന്താണോ നമ്മുടെ പാരൻസിനെ ഫാമിലിയിൽ ചെയ്യുന്നത് അത് നമുക്ക് എഴുതാം. ഓക്കെ, മൈസെൽഫ്. പിന്നെ അങ്ങനെ ഇഷ്ടമുള്ള 5 കാര്യങ്ങളാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടുന്നതും പാടാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അവർ ഐസ് ഡു സോ മച്ച് ഫോർ അസ്, വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ ഐസ്. അപ്പം നമ്മൾ കണ്ണിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഈ കണ്ണ് നമ്മളെ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ലെസണിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കണ്ണിനെ ഗുഡായിട്ടുള്ള കാര്യങ്ങളിന് ഒരു ടിക്ക് മാർക്കും ബാഡായിട്ടുള്ളത് അഥവാ നോട്ട് ഗുഡായിട്ടുള്ള കാര്യങ്ങൾ ക്രോസ് ഇടുകയും ചെയ്യണം. സിറ്റ് സ്ട്രെയിറ്റ് വൈൽ റീഡിങ് ഓർ ഡ്രോയിങ്. കണ്ണിന് എന്താണ്? നല്ലതാണ്. സിറ്റ് വെരി ക്ലോസ് ടു ദി TV. കണ്ണിന് എന്താണ്? നോട്ട് ഗുഡാണ്. സ്റ്റെയർ അറ്റ് ദി സൺ. കണ്ണിന് നോട്ട് ഗുഡാണ്. റീഡ് ഇൻ ഗുഡ് ലൈറ്റ്.
കണ്ണിന് നല്ലതാണ്. ഈറ്റ് ക്യാരറ്റ്സ് ആൻഡ് ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ് കണ്ണിന് നല്ലതാണ്. പ്ലേ ഫോർ എ ലോങ് ടൈം ഓൺ ദി മൊബൈൽ ഫോൺ കണ്ണിന് നോട്ട് ഗുഡ് ആണ്. ക്ലോസ് ഐസ് ആൻഡ് സ്പ്ലാഷ് വാട്ടർ ഓൺ ഐലിഡ്സ് അത് കണ്ണിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആക്ടിവിറ്റീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഐസ് വെച്ചിട്ട് നമുക്ക് എക്സസൈസസ് ചെയ്യാൻ പറ്റും. ആ എക്സസൈസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലുക്ക് അപ്പ്, ലുക്ക് ഡൗൺ, ലുക്ക് റൈറ്റ് ആൻഡ് ലുക്ക് ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ ഡയറക്ഷൻസ് നമ്മൾ പഠിക്കണം. അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ് എന്നുള്ള ഈ 4 ഡയറക്ഷൻസ് ആണ് ഇവിടെ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു ടോപ്പിക് എടുക്കുകയെന്നുണ്ടെങ്കിലും ആ ഒരു ഒറ്റ ടോപ്പിക്കിൻ്റെ മെയിൻ പോയിൻ്റ് മാത്രമല്ലാതെ തന്നെ ആ ടോപ്പിക്കിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഡയറക്ഷൻസ് ആണ് ഈ ടോപ്പിക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത്തിരി വേർഡ്സ് റീഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വേർഡ്സിൽ നമ്മൾ ഓ എന്നുള്ള ലെറ്റർ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓ എന്നുള്ള ലെറ്റർ ഫസ്റ്റിൽ വന്നാൽ അതിനെ ഓ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കണം അല്ലേ. ആൻ ഓക്സ്, ആൻ ഓട്ടർ, ആൻ ഓറഞ്ച്, ഓ ഓ. അതേപോലെ തന്നെ ഇതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഫസ്റ്റിൽ വരുമ്പോൾ ഓക്സ് ഉണ്ട്. എക്സാമ്പിൾസ് കേട്ടോ ഫസ്റ്റിൽ വരുമ്പോൾ ഉള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഓക്സ് ഉണ്ട്, ഓട്ടർ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. പിന്നെ മിഡിലിൽ വരുമ്പോൾ 3 ലെറ്റർ വേർഡ്സിൽ മിഡിലിൽ വരുമ്പോൾ ഓ ഓ അത് ഓ നമ്മൾ ലോങ് ആയിട്ട് വേണം പറയാൻ. ഓ ലോങ് ആയിട്ട് പറയുമ്പോൾ ഫോക്സ്, എ ഡോട്ട്, എ ടോപ്പ്, ഓ. അപ്പോൾ ഓനെ ഒന്നും കൂടി നീട്ടി വായിക്കുകയാണ് നമ്മൾ മിഡിലിൽ വരുമ്പോൾ ചെയ്യണത് അല്ലേ. മിഡിലിൽ വരുമ്പോൾ ഒന്നും കൂടി എന്താക്കി വായിക്കണം? നീട്ടി വായിക്കണം. പിന്നെ ലാസ്റ്റിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ഡയഗ്രാഫ്സിൻ്റെയും ബ്ലെൻസിൻ്റെയും ഒപ്പം വന്നാൽ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? ക്ലോക്ക്. അപ്പോൾ ഈ CL എന്നുള്ള ബ്ലെൻഡിൻ്റെ ഒരു ജോയിൻ്റ് പോലെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം നമ്മളിതിനെ ഓനെ കൂട്ടാനും റീഡ് ചെയ്യാനും. ക്ലോക്ക്, ലോക്ക്, ഫ്രോക്ക്, ഫ്രോഗ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഈ ലെസണത്തെ സൊല്യൂഷൻസ്, ആക്ടിവിറ്റീസ് ഇത്രയേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.